അസ്സലാമു വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബർഗർ എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാം എന്നുള്ളതാണ്. അതുമാത്രമല്ല നമ്മളിതിൽ ബർഗറിൻ്റെ പാറ്റീസും കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമുക്ക് ബർഗറിൻ്റെ പാറ്റീസ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു പാറ്റീസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വേറെ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല, ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നാൽ തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇനി ഞാൻ കുറച്ച് വെജീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിഷ്ടം കുക്കുംബറും കസും ആയതുകൊണ്ട് ആ 2 ഐറ്റംസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചീസ് സ്ലൈസസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കെച്ചപ്പും മയോണൈസും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ബർഗർ ഉണ്ടാക്കുന്ന ടൈമിൽ ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ബർഗറിൻ്റെ ബണ്ണ് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഇനി നമുക്ക് ബണ്ണ് ഇതുപോലെ 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെറിയ ബണ്ണ് വാങ്ങിക്കണം എന്നാണ് കേട്ടോ കരുതിയിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ കാണാനും നല്ല രസമാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല രസമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മൾ ഒരുപാട് ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടാണ് അവസാനം ഈ ഒരു സൈസിലുള്ള ബണ്ണ് കിട്ടിയത്. അപ്പം ഞാനും കരുതി ഏതായാലും നമ്മൾ എന്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതല്ലേ, അപ്പോൾ അതങ്ങ് വാങ്ങിക്കാമെന്ന് കരുതി വാങ്ങിച്ചു കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ബർഗറിൻ്റെ പാറ്റീസ് റെഡിയാക്കി എടുക്കാം. നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ആ ഒരു ഷേപ്പിൽ നമ്മളൊരു 8 പീസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/2 കിലോ ചിക്കൻ വെച്ചിട്ട് 8 പീസാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പാറ്റീസ് ബർഗറിൽ വെക്കാണ്ട് എന്താ പറയുക, നമ്മൾ നഗറ്റ്സൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു ഷേപ്പിൽ ചെയ്തിട്ട് അങ്ങനെ സ്നാക്സ് ആയിട്ടും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്കുള്ള കോട്ടിങ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് മൈദ, പിന്നെ നമ്മൾ മൈദ എടുത്ത അതേ പാത്രത്തിൽ ഒരു 1/2 കപ്പ് കോൺഫ്ലവർ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ പൗഡറൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആവുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു പാറ്റീസ് ഉണ്ടാക്കാൻ നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇത് ഡിപ്പ് ചെയ്യാനുള്ള ഒരു മിക്സ്ചറും കൂടെ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക, അതിലോട്ട് ഒരു എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാറ്റീസ് എഗ് മിക്സ്ചറിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഡിപ്പ് ചെയ്യുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കൈകൊണ്ട് ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും. എന്നിട്ടൊന്ന് പൗഡറിൽ കോട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കൈകൊണ്ട് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊരുമാതിരി വൃത്തികേടായി പോകും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ കട്ട്ലേറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്പൂണോ ഫോർക്കോ ഒക്കെ വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി ചൂടായ ഓയിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാറ്റീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടിൽ തന്നെ നമുക്ക് ബർഗർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ബണ്ണിൽ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കെച്ചപ്പും മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് ബണ്ണിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു പാറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. 2 ആഴ്ചയോളം കിട്ടും കേട്ടോ. നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ അടച്ച് വെച്ച് സൂക്ഷിച്ചാൽ മതി, ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ പെട്ടെന്നൊന്ന് കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് അതെടുത്ത് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബണ്ണ് മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കസ്ലീഫ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പാറ്റീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാറ്റീസിന് മുകളിൽ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചെറിയ ബണ്ണായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ചീസ് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ പിന്നെ അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇതിന് മുകളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മീഡിയം സൈസിലുള്ള ബണ്ണാണ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചീസ് സ്ലൈസ് കട്ട് ചെയ്യാണ്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ.
പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി കേട്ടോ. ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ചിലപ്പോൾ തെറ്റിപ്പോകും, ചിലപ്പം പറഞ്ഞു തന്നെ പറയും. അങ്ങനെയൊക്കെ ആയിട്ട് എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ബർഗർ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇനി ഓവൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളൊരു ഫ്രൈ പാനിൽ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിലുള്ള ചീസ് അങ്ങ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.